ഒരു പറ്റം അതിവിദഗ്ധമാരായ ഡോക്ടർമാർ മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും മുന്നിൽ വെച്ച് ശവക്കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട പത്രപ്രവർത്തക നീരജ തമ്പിയുടെ ജഡത്തിന് പുതുജീവൻ പകരുന്ന അവിശ്വസനീയത നിറഞ്ഞ പുനർജീവന സിദ്ധികർമ്മത്തിന് അപ്പലേച്ചിയൻ പർവ്വതനിരകൾക്ക് താഴെ ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് എന്ന പേരിലുള്ള ഡേഞ്ചർ ഡെന്നിയുടെ നിഗൂഢ താവളം. പർവ്വതനിരയുടെ താഴ്വാരങ്ങളിൽ വൻ കൽക്കരി നിക്ഷേപങ്ങളുണ്ട്. മുമ്പ് ഇവിടെ നിന്ന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ചില സ്വകാര്യ വ്യാവസായിക കമ്പനികൾ കൽക്കരി ഖനനം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോ 5 വർഷങ്ങളായി ഇവിടെ യാതൊരുവിധ ഖനന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഗവൺമെന്റുമായി ഉറപ്പിച്ചിരുന്ന കരാറിൽ ഏജൻസികൾ ആവശ്യത്തിലധികം തിരിമറികൾ നടത്തിയതിനാൽ ഈ പ്രദേശങ്ങളിലെ കൽക്കരി ഖനനം താൽക്കാലികമായി 5 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെക്കുകയായിരുന്നു. പ്രവർത്തന സജ്ജമായിരുന്ന കാലത്ത് ഏജൻസികൾ പർവ്വതനിരകൾക്ക് താഴ്വാരങ്ങളിൽ വ്യവസായ ആവശ്യങ്ങൾക്കും ജോലിക്കാർക്ക് താമസിക്കുന്നതിനുമായി ഒട്ടേറെ കൂറ്റൻ ബിൽഡിങ്ങുകൾ പണി കഴിപ്പിച്ചിരുന്നു. ഗവൺമെന്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകിയതോടെ അവർ പണിതിട്ട കെട്ടിടങ്ങൾ മാത്രം സ്മാരകങ്ങൾ പോലെ പൂട്ടിക്കിടന്നു. ഇവയിലൊന്ന് ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനും അനുയായികളും അമേരിക്കയിലെ തങ്ങളുടെ അത്യന്തം അപകടകരമായ മാസ്റ്റർ ഓപ്പറേഷനുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതിൽ ഒട്ടും അത്ഭുതമില്ല. അപ്പലേച്ചിയയിലെയും പരിസര പ്രദേശങ്ങളിലെയും രഹസ്യാത്മകമായ ഭൂപ്രകൃതിയാണ് അവരെ ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് അവിടെ പടുത്തുയർത്താൻ പ്രേരിതമാക്കിയത്. പർവ്വതത്തിന് പടിഞ്ഞാറ് പർവ്വതത്തിൽ നിന്ന് തന്നെ ഒലിച്ചു വന്ന ചെറുകല്ലുകൾ നിറഞ്ഞ മലഞ്ചെരുവുകളാണ്. ഇവയ്ക്കപ്പുറം മധ്യ സമതല മേഖല, മധ്യ മേഖലയ്ക്ക് വടക്ക് പ്രസിദ്ധമായ ഗ്രേറ്റ് ലേക്സ് തടാകങ്ങൾ. അപ്പലേച്ചിയൻ താഴ്വാരവും അമേരിക്കയിലെ തികച്ചും അപ്രസക്തമായ സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോ. ഈ അവസ്ഥാവിശേഷത്തെ വേണ്ട വിധത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് എന്ന നിഗൂഢ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. അമേരിക്കൻ സമയം രാവിലെ കൃത്യം 10:30. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് മേൽ മഞ്ഞ് പുതഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. ഇതേ നേരത്ത് പാർക്കിനുള്ളിലെ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമുള്ള ലബോറട്ടറി. നൂറുകണക്കിന് ആളുകൾ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിശാലമായ ലബോറട്ടറിയുടെ പടിഞ്ഞാറെ കോണിലുള്ള ശീതീകരിച്ച ഒരു ഡീലക്സ് റൂം. അതിനുള്ളിലെ രാജകീയമായ കട്ടിലിലെ ബെഡിൽ അതാ വെള്ള തുണിയിൽ പൊതിഞ്ഞ നീരജ തമ്പിയുടെ മൃതദേഹം. വാഷിംഗ്ടണിലെ അലി അക്ബർ റോഡിന് സമീപത്തെ പൊതുശ്മശാനത്തിൽ നിന്ന് കല്ലറ കുത്തിപ്പൊളിച്ച് മോഷ്ടിക്കപ്പെട്ട ന്യൂയോർക്ക് ടൈംസ് ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ ജഡം. അതിനരികിൽ ഇട്ടിരിക്കുന്ന ഒരു ഉയർന്ന ഇരുമ്പ് സ്റ്റൂളിൽ ആ നിഗൂഢ മനുഷ്യൻ ഡേഞ്ചർ ഡെന്നി. അയാൾക്കിപ്പോൾ രൂപത്തിലും ഭാവത്തിലും വല്ലാത്തൊരു വ്യത്യസ്തത ഒരുക്കപ്പെട്ടിരിക്കുന്നു. കറുത്ത പാന്റും ചാര നിറത്തിലുള്ള ഷർട്ടും ധരിച്ച അയാൾ പുറമെ വെളുത്ത ഡോക്ടേഴ്സ് ഓവർകോട്ട് അണിഞ്ഞിട്ടുണ്ട്. വിദഗ്ധനായ ഭിഷകരനാണെന്നേ ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ തോന്നൂ. ഒരു ഹോസ്പിറ്റൽ ICU യൂണിറ്റിലെ യന്ത്രോപകരണങ്ങളും ആ മുറിയിൽ സജ്ജമാണ്. അയാളുടെ ഇടതും വലതും വെള്ള ഹാൻഡ് സ്കേർട്ടും ബ്ലൗസും ധരിച്ച് മുട്ടോളം ഒപ്പത്തിൽ സോക്സും വെളുത്ത കളറിൽ തന്നെയുള്ള ഹീൽ ചെരുപ്പും അണിഞ്ഞ 2 സുന്ദരികളായ നഴ്സുമാർ ട്രെയിൽ എന്തൊക്കെയോ ഉപകരണങ്ങളുമായി ജാഗരൂകരായി ഇരിപ്പുണ്ട്. കട്ടിലിന് മുകളിൽ ചുവരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഘടികാരത്തിന്റെ ടക് ടക് ശബ്ദം ഒഴിവാക്കിയാൽ ആ മുറിയിൽ അതിതീവ്രമായ ശാന്തതയാണ്. പരസ്പരം ശ്വാസമെടുക്കുന്ന ശബ്ദം വരെ തമ്മിൽ തമ്മിൽ ശ്രവിക്കാം. അത്രയ്ക്ക് മേൽ നിശബ്ദത. ഡേഞ്ചർ ഡെന്നിയുടെ ഇരു കണ്ണുകളും ഘടികാരത്തിൽ തന്നെ ഇമചിന്മാതെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ നീണ്ടു 10 മിനിറ്റുകളായി. സമയം 10:41, 42, 43. ഡേഞ്ചർ ഡെന്നിയുടെ ക്രുദ്ധ നയനങ്ങൾ ബെഡിൽ നിർജീവമായി കിടക്കുന്ന നീരജയുടെ തിരുനെറ്റിയിൽ അമർന്നു. ആ നോട്ടം 1 മിനിറ്റോളം നീണ്ടു നിൽക്കവേ അതാ ഒരത്ഭുതം. മൃതദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നേർത്തൊരു തുടുപ്പ്. ഡേഞ്ചർ ഡെന്നിയുടെ മുഖമപ്പോൾ വന്യമായി ഒന്ന് തിളങ്ങി. തൊട്ടടുത്ത മാത്രയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. നീരജയുടെ മൃതദേഹത്തിന്റെ പിൻശിരസിലെ ഡോക്ടർമാർ തുന്നിച്ചേർത്ത മുറിവിൽ നിന്ന് പുറത്തേക്ക് കട്ടച്ചോര വെളുത്ത ബെഡ്ഷീറ്റിലേക്ക് ഒലിച്ചിറങ്ങുന്നു. നീരജ! ഡേഞ്ചർ ഡെന്നി മൃതദേഹത്തിന്റെ ഇരുപുരുകങ്ങൾക്കും മധ്യത്തിൽ നോട്ടമൂന്നി മന്ത്രസ്വരത്തിൽ മെല്ലെ വിളിച്ചു. അതാ നീരജ തമ്പിയുടെ ജീവനറ്റ ജഡത്തിൽ നിന്നും വളരെ പതുങ്ങിയ ഒരു അപസ്വരം. നീരജ, വേക്കപ്പ്! നീരജ, വേക്കപ്പ്! ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരന്റെ ഹുങ്കാരം കലർന്ന ശബ്ദമായിരുന്നില്ല അത്.
മറിച്ച് അതിസമർത്ഥനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ കരുതലോടും ശ്രദ്ധയോടുമുള്ള മധുരസ്വരം. അതെ, അതിവിദഗ്ധമായി ഹൃദയസ്പന്ദനം പോലും നിന്നു പോവാവുന്ന തരത്തിലുള്ള ഗാഢ ഹിപ്നോട്ടിക് നിദ്രയിൽ അകപ്പെട്ട നീരജയെ ഡേഞ്ചർ ഡെന്നി കടുത്ത നിദ്രയിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു അത്ഭുതത്തിന്റെ മുൾമുനയിൽ പതുക്കെ ഉണർത്തുകയായിരുന്നു. അപ്പോ എന്താണ് സത്യം, എന്താണ് മിഥ്യ? ജേർണലിസ്റ്റ് നീരജ തമ്പി ആബാദ് ഇന്റർനാഷണൽ ലക്ഷറി ഹോസ്പിറ്റലിൽ വെച്ച് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ ശ്രമകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യം 10-ാം മണിക്കൂറിൽ മരിച്ചില്ലേ? 24 മണിക്കൂറോളം ഈ ജഡം ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അടച്ചു സൂക്ഷിച്ചതല്ലേ? ശ്മശാനത്തിലെ കോൺക്രീറ്റ് കല്ലറയിൽ അടക്കം ചെയ്തതല്ലേ നീരജ തമ്പിയുടെ മൃതദേഹം? അതെ, എല്ലാം സത്യം തന്നെ. പക്ഷെ ഓരോ സത്യങ്ങളെയും അസത്യങ്ങളാക്കിക്കൊണ്ട് ഡേഞ്ചർ ഡെന്നി എന്ന ലോകത്തെ ഏറ്റവും സമർത്ഥനായ ഹിപ്നോട്ടിസ്റ്റിന്റെ അത്ഭുത പ്രവൃത്തികൾ എല്ലായിടങ്ങളിലും നടന്നു. നീരജയ്ക്ക് സംഭവിച്ച കാർ ബോംബ് സ്ഫോടനം മുതൽ അവളെ ജഡമാക്കി ശ്മശാനത്തിൽ അടക്കം ചെയ്യുവോളം ഡേഞ്ചർ ഡെന്നിയുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു അവൾക്കരികിൽ. ഈ സാന്നിധ്യത്തിനും പ്രവൃത്തിക്കും ഡേഞ്ചർ ഡെന്നിക്ക് മറ്റൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. ഉത്കണ്ഠാഭരിതമായ നിമിഷങ്ങൾ. നീരജ, വേക്കപ്പ്, വേക്കപ്പ്, നീരജ. ആ നിഗൂഢ മനുഷ്യൻ നീരജയുടെ നെറ്റിമധ്യത്തിൽ നിന്നും നയനങ്ങൾ പറിച്ചില്ല. ആഹാ അമ്മേ! പൊടുന്നനവെ നീരജ തമ്പി അസഹ്യമായ നൊമ്പരത്തോടെ മെല്ലെ മിഴി തുറന്നു. ഞാനിപ്പോ എവിടെയാ? അവൾ പകപ്പോടെ ആദ്യം മിഴിച്ചു നോക്കിയത് അരികിൽ നിന്നിരുന്ന നേഴ്സ് വേഷക്കാരുടെ നേർക്കാണ്. അവരെ കണ്ടതും നീരജയുടെ തലച്ചോറിൽ എന്തെല്ലാമോ അവ്യക്തമായ ഓർമ്മകൾ വേഗത്തിൽ മിന്നിമറഞ്ഞു. പക്ഷെ തലച്ചോറിന് വിവേചന ബുദ്ധിയോടെ ഒന്നും ഓർത്തെടുക്കാൻ കഴിയാത്തതുപോലെ, ഓർമ്മയിൽ നിൽക്കാത്തത് കണക്കെ. നീരജ ഉള്ളിലെ അതിഭയങ്കരമായ പരിഭ്രാന്തിയോടെ ഡോക്ടർ വേഷം ധരിച്ച ഡേഞ്ചർ ഡെന്നിക്ക് നേരെ പതുക്കെ ശിരസ് തിരിച്ചു. എന്നാൽ അവളുടെ നോട്ടം തന്നിലെത്തും മുമ്പ് ആ ഭീകര മനുഷ്യൻ അവൾക്ക് ലേശം പോലും മുഖം കൊടുക്കാനിരിക്കാതെ അതിവേഗത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. നീരജ അവശതയോടെ വീണ്ടും നഴ്സുമാരെ ശ്രദ്ധിച്ചു. ഞാനിത് ഇവിടെയാണ്. നീരജ വേദനയാൽ കുഴഞ്ഞ് താഴ്ന്ന ശബ്ദത്തിൽ അവരോട് തിരക്കി. ഹോസ്പിറ്റലിൽ, അവളിൽ ഒരുവൾ മന്ദഹാസത്തോടെ അറിയിച്ചു. ഹോസ്പിറ്റലിൽ? നീരജ മന്ത്രിക്കും പോലെ പറഞ്ഞു. പിന്നെ സാവധാനത്തിൽ ശിരസിലെ മുറിവിന്റെ അസഹ്യമായ വേദനയിൽ അർദ്ധമയക്കത്തിലേക്ക് താഴ്ന്നുപോയി അവൾ. ഉടൻ അവിടെ നിന്നിരുന്നവരിൽ ഒരു ചുരുണ്ട മുടിക്കാരി നേഴ്സ് പുറത്തേക്ക് സ്ത്രീകത്തിൽ പാഞ്ഞു. മാത്രയ്ക്കുള്ളിൽ അവൾ തിരിച്ചു വന്നപ്പോൾ കൂടെ ചെറുപ്പക്കാരായ 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ നീരജ തമ്പിയെ വിശദമായി പരിശോധിച്ചു. ആബാദ് ഇന്റർനാഷണൽ ലക്ഷറി ഹോസ്പിറ്റലിൽ അതിവിദഗ്ധരായ ഡോക്ടർമാർ ശ്രമകരമായി തുന്നിച്ചേർത്ത നീരജയുടെ തകർന്ന തലയോട് അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. എന്നിട്ട് അപ്പോ തന്നെ നീരജ തമ്പിയെ അടിയന്തരമായി ഡെവിൾസ് പാർക്കിലെ അത്യന്തം സജ്ജീകരണ സജ്ജമായ ഇന്റൻസീവ് കൊറോണറി യൂണിറ്റിലേക്ക് മാറ്റി. ഈ സമയത്തും ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് മുകളിൽ മഞ്ഞ് പുതഞ്ഞു കിടന്നിരുന്നു, ഒരു സുരക്ഷാ വലയം പോലെ. അമേരിക്കയിൽ അസാധാരണമായി ഒന്നും തന്നെ സംഭവിക്കാതെയുള്ള ഒരാഴ്ചക്കാലം പിന്നിട്ട ഒരു ഞായറാഴ്ച രാത്രി 10:15 PM മസ്ത ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഡയറക്ടറുടെ ശീതീകരിച്ച റൂമിലെ റിവോൾവറിംഗ് ചെയറിൽ ചിന്താമഗ്നനായി പിന്നോക്കം ചാരി കിടക്കുന്നു ഡോക്ടർ ഡിസൂസ. മകൾ നഷ്ടപ്പെട്ട അനിയന്ത്രിതമായ ആത്മദുഃഖഭാരത്താൽ തന്റെ ഡ്യൂട്ടി പോലും അപ്പാടെ വിസ്മരിച്ചു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുകയായിരുന്ന ഡോക്ടർ ഇന്നലെ മുതലാണ് ഹോസ്പിറ്റലിൽ എത്തിത്തുടങ്ങിയത്. അതും ഭാര്യ ഡോക്ടർ മേബിൾ ഡിസൂസയുടെ അമിത ജോലിഭാരവും ബദ്ധപ്പാടും കണ്ട് വല്ലാതെ വിഷമം തോന്നിയിട്ടാണ് ഹോസ്പിറ്റൽ ഭരണകാര്യത്തിലെങ്കിലും അവർക്കൊരു സഹായമാവട്ടെ എന്ന വിചാരത്തോടെ മസ്തയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ച 2 ദിനങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർ ഡിസൂസ മ്ലാനവദനായി തന്നെ കാണപ്പെട്ടു. വീട്ടിൽ കൂടിയ ദിവസങ്ങളിൽ അനുവർത്തിച്ച അതേ അവസ്ഥ. ഡയറക്റ്റ് ചെയറിൽ കൂടിയല്ലാതെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഡിസൂസ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുകയോ കൺസൾട്ട് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. ഹോസ്പിറ്റലിന്റെ ചില ദൈനംദിന പ്രവർത്തനങ്ങളുമായി കമ്പ്യൂട്ടറിന് മുന്നിൽ അധിക സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ഈ മാനസിക സംഘർഷത്തിന് ഒട്ടെങ്കിലും സമാധാനം പകരാം എന്ന പ്രതീക്ഷയോടെ ആശ്വാസവാക്കുകളുമായി സഹപ്രവർത്തകർ മാറി മാറി അവിടെ കയറിയിറങ്ങി മിക്ക നേരങ്ങളിലും. പക്ഷേ ഡോക്ടർ ഡിസൂസ മാനസികമായും ശാരീരികമായും ഉന്മേഷരഹിതനായി തന്നെ തുടർന്നു. ഇടയ്ക്കിടെ ഭാര്യ മേബിൾ ഡിസൂസയും അദ്ദേഹത്തിന്റെ റൂമിൽ വന്നും പോയി നിന്നു.
അവർക്ക് ഭർത്താവിന്റെ ഈ മാനസിക അന്തസംഘർഷത്തിൽ അത്യധികം ആശങ്കയുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ഭർത്താവിന് ഇങ്ങനൊരു സങ്കീർണമായ മാനസികാവസ്ഥയിൽ കാണുന്നത്. സാനിയയെ ഫംഗ്ഷനിടെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി എന്ന് സംശയിക്കപ്പെടുന്ന ഡേഞ്ചർ ഡെന്നി എന്ന ഭീകര കുറ്റവാളിയെ അമേരിക്കയിലെ ശക്തിയും ബുദ്ധിയുമുള്ള നീതിപാലകർ എങ്ങനെയും കണ്ടെത്തുമെന്നും സാനിയയെ യാതൊരുവിധ പോറൽ പോലുമില്ലാതെ ഡോക്ടർക്കും കുടുംബത്തിനും സുരക്ഷിതമായി മടക്കി കിട്ടുമെന്നൊക്കെ ആരൊക്കെയോ വിഷണ്ണചിത്തനായ ഡോക്ടർ ഡിസൂസയുടെ അടുക്കൽ അനുതാപം പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് അത് ഒട്ടും പ്രത്യാശ ഉണർത്തിയില്ല. ഡോക്ടർ ഡിസൂസയ്ക്ക് തന്റെ ആശങ്കാകുലമായ മനസ്സിനുള്ളിൽ ഒരു നിഗമനം വളരെ കൃത്യമായി അനുഭവപ്പെട്ടിരുന്നു. ആറാം ഇന്ദ്രിയത്തിന്റെ ജ്ഞാനം പോലെ തന്റെ മകൾക്ക് എന്തോ വലിയൊരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഉപബോധ മനസ്സിന്റെ തിരിച്ചറിയൽ. ഈ അസഹ്യമായ അസ്വസ്ഥതയുടെ കനൽക്കാറ്റ് ഇടതടയില്ലാതെ ഡോക്ടറുടെ തപ്ത ഹൃദയത്തിൽ അങ്ങിങ്ങായി വീശിക്കൊണ്ടിരുന്നു. ഇതിന്റെ തീഷ്ണ ചൂടിൽ ഡോക്ടർ ഡിസൂസയുടെ അകവും പുറവും കനത്ത വേനൽക്കാറ്റിൽ എന്ന കണക്കെ ഒരേപോലെ നീറിപ്പുകഞ്ഞു. ഇത്തരത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്റെ ഓരോ നിമിഷവും മുന്നോട്ട് തള്ളിയത്. മേബിൾ ഡിസൂസ ആകട്ടെ ഉള്ളിന്റെ ഉള്ളിൽ സാനിയയെ ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് തങ്ങൾക്ക് കണ്ടെത്തി തരുമെന്നുള്ള കുറച്ചെങ്കിലും പ്രതീക്ഷ ബാക്കി നിന്നു. ഈ ധൈര്യത്തിലാണ് അവർ വല്ല വിധേനയും ഹോസ്പിറ്റലിൽ ഒട്ടെങ്കിലും സജീവമാകാൻ ശ്രമിച്ചത് തന്നെ. അമേരിക്കൻ ഭരണകൂടത്തിലും പോലീസ് നീതി നിർവഹണ വിഭാഗത്തോടും അവർക്ക് വല്ലാത്ത മതിപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു. ഈ താല്പര്യമാണ് ഡോക്ടർ മേബിൾ ഡിസൂസയ്ക്ക് ആത്മസംയമനത്തിനും തികഞ്ഞ പ്രത്യാശയ്ക്കുമുള്ള വക നൽകിയത്. എന്നാലും തിരക്ക് പിടിച്ച് ജോലി തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട നിമിഷം വന്നാൽ അപ്പോൾ തലച്ചോറിനുള്ളിൽ മകളുടെ സുന്ദര മുഖം തെളിയും. കാതിൽ അവളുടെ ചിരിയും സല്ലാപവും പിണക്കങ്ങളും ഒക്കെ ഒന്നൊന്നായി ഉയർന്നു തുടങ്ങും. അടുത്ത മാത്രയിൽ അവളുടെ അസാന്നിധ്യം ഹൃദയത്തെ 1000 കുന്തമുനകൾ കൊണ്ട് കീറിമുറിക്കുന്ന കനത്ത നൊമ്പരമുളവാക്കും. ഡോക്ടർ മേബിൾ ഡിസൂസ പിന്നെ ഒരു കൊച്ചുകുട്ടിയെ കണക്കെ ഇരു കരത്തലങ്ങളാലും മുഖം പൊത്തി ശബ്ദമില്ലാതെ അടക്കി പിടിച്ച് കരയും. എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു തങ്ങളുടെ ഒരേ ഒരു പുത്രിയെക്കുറിച്ച്. എന്തൊക്കെയാണ് തങ്ങൾ രണ്ടാളും ചേർന്ന് അവൾക്കായി കരുതലോടെ നേടിവെച്ചത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തീർന്നു. ഡോക്ടർ മേബിൾ ഡിസൂസ വല്ലാത്തൊരാദിയോടെ ക്യാബിനിൽ നിന്ന് എണീറ്റു. സമയം രാത്രി 11 PM. ഡോക്ടർ ഡിസൂസയും പത്നിയും വീട്ടിലേക്ക് പോകാനായി ഹോസ്പിറ്റൽ മുറ്റത്തേക്ക് ഇറങ്ങി. ഡോക്ടർ ഡിസൂസ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന ശേഷം ഡോക്ടർ മേബിളിനായി ഡോർ തുറന്നു കൊടുത്തു. അവർ കാറിൽ കയറിയതും ഡോക്ടർ കാർ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നാണ് ഹോസ്പിറ്റലിന്റെ വിശാലമായ ഗേറ്റ് കടന്ന് ഒരു ആംബുലൻസും പോലീസ് വാഹനവും അകത്തേക്ക് സൈറൻ മുഴക്കി കടന്നു വന്നത്. ഡോക്ടർ കാർ മുന്നോട്ടെടുക്കാതെ കാറിൽ ഇരുന്നുകൊണ്ട് പത്നിയുടെ നേർക്ക് അർത്ഥഗർഭമായി ഒന്ന് നോക്കി. ഏതോ ആക്സിഡന്റ് കേസാണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്ന ആംബുലൻസിൽ നിന്നും 2-3 പോലീസുകാർ ചേർന്ന് രക്തത്തിൽ കുളിച്ച ഒരാൾ രൂപത്തെ അകത്തേക്ക് തിടുക്കത്തിൽ താങ്ങിക്കൊണ്ടുപോകുന്നത് സൈഡ് മിററിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് മേബിൾ ഡിസൂസ ഭർത്താവിനോട് അടക്കത്തിൽ പറഞ്ഞു. ഡോക്ടർ അത് ശരിവെക്കും മട്ടിൽ ഒന്ന് മൂളിയ ശേഷം വണ്ടി മുന്നിട്ടെടുക്കാൻ ഒരുങ്ങവേ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അത്യന്തം ഭയചകിതനായവനെ പോലെ അങ്ങോട്ട് ശീഘ്രം ഓടി വന്നു. ഡോക്ടർ ഡിസൂസ പ്രത്യേകിച്ച് ഉത്കണ്ഠയൊന്നും പ്രകടമാക്കാതെ കാറിന്റെ സൈഡ് വിൻഡോ പതുക്കെ താഴ്ത്തി തല പുറത്തേക്ക് നീട്ടി. ഡോക്ടർ സർ. സെക്യൂരിറ്റിയുടെ മുഖത്ത് വല്ലാത്ത ഭയാനക ദൃശ്യം മുന്നിൽ കണ്ടതിന്റെ ഞെട്ടൽ നന്നായി വ്യക്തമായിരുന്നു. എന്താടോ സർ? സെക്യൂരിറ്റി ദൈന്യതയോടെ നിലവിളിക്കുന്ന സ്വരത്തിൽ വിളിച്ചു. ഈശ്വർനാഥ്, കമോൺ ടെൽ മീ, ആരെയാണ് ആംബുലൻസിൽ കൊണ്ടുവന്നത്? സെക്യൂരിറ്റി ഈശ്വർനാഥ് വളരെ ഭയാനകമായ എന്തോ ഒന്ന് പറയാൻ വല്ലാതെ വിമിഷ്ടപ്പെടുന്നതായി കണ്ടിട്ട് ഡോക്ടർ മേബിൾ ഡിസൂസയാണ് തിരക്കിയത്. മാഡം. ഈശ്വർനാഥ് വല്ലാത്ത വിഷമത്തോടെ മിസ്സസ് ഡിസൂസയെ നോക്കി. ഡേ ഈശ്വർനാഥ്, താൻ ഇങ്ങനെ ഉമ്മനീര് വിഴുങ്ങി ടൈം വേസ്റ്റ് ചെയ്യാതെ കാര്യം പറയണം മിസ്റ്റർ. ഡോക്ടർ ഡിസൂസയ്ക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. സർ. സെക്യൂരിറ്റി പെട്ടെന്ന് ഗൗരവത്തിൽ അറ്റൻഷനായി. IG ഹെൻറി ജോൺസൺ സാറിന്റെ ഹൗസിലെ ബോംബ് സ്ഫോടനം. അദ്ദേഹത്തിന്റെ വൈഫും ചിൽഡ്രൻസും സ്പോട്ടിൽ ചിതറിക്കിടപ്പുണ്ടെന്നാ പറഞ്ഞത്. അത്യാസന്ന നിലയിലാണിപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നിരിക്കുന്നത്. നടക്കുന്ന സത്യം സെക്യൂരിറ്റി ഈശ്വർനാഥ് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അറിയിച്ചു. മൈ ഗോഡ്! ആ വാർത്ത ശ്രദ്ധിച്ച് ഡോക്ടർ ഡിസൂസയും പത്നിയും സ്തബ്ധരായി കാറിൽ ഇരുന്നു പോയി. ആ ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനാണത്രേ ഇതും ചെയ്തത്. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച കറുത്ത ടവലിൽ
ഡേഞ്ചർ ഡെന്നി എന്ന് എഴുതിയിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി വിസ്തരിച്ചു. എന്നാൽ അവർ ഇരുവരും അത് കേട്ടില്ല. ആദ്യത്തെ ഞെട്ടൽ വിട്ടകന്നതും ഡിസൂസിയും പത്നിയും കാറിൽ നിന്നും ഡോർ തുറന്നിറങ്ങി ഹോസ്പിറ്റലിനുള്ളിലേക്ക് പാഞ്ഞു. പക്ഷേ അവർ കാഷ്വാലിറ്റിയിൽ പ്രവേശിക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ് IG ഹെൻറി ജോൺസന്റെ മരണം ഉറപ്പാക്കിയതിനു ശേഷം തികച്ചും നിസ്സഹായതയോടെ ആ സമർത്ഥനായ ധീരനായ പോലീസ് ഓഫീസറുടെ മുഖം വെളുത്ത തുണിയിട്ട് മൂടുകയായിരുന്നു. ഡോക്ടർ ഡിസൂസിക്ക് ആ കാഴ്ച കണ്ട് തന്റെ സപ്തനാഡികളും തണുത്തുറഞ്ഞ് അചേതനമായി പോയ പോലെ തോന്നി. അദ്ദേഹം ഒരു ആത്മധൈര്യത്തിനെന്നോണം അരികിൽ ആകെ പരിഭ്രാന്തയായി നിന്നിരുന്ന മിസ്സിസിന്റെ ചുമലിൽ വലങ്കൈ നീട്ടി മുറുകെ പിടിച്ചു. പുറത്ത് രാത്രി കനത്തു. രാത്രികളുടെ കറുത്ത കുപ്പായത്തെ പലതായി ഛിന്ന ഭിന്നമായി കീറി മുറിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ള സൈറൻ അകമ്പടിയോടെ പോലീസ് വാഹനങ്ങൾ ഹോസ്പിറ്റൽ മുറ്റത്തേക്ക് നിരമുറിയാതെ ഒഴുകിത്തുടങ്ങി. പിറ്റേന്ന് വിളർച്ച ചൂടിയ സായാഹ്നം വാഷിംഗ്ടണിലെ അലി അക്ബർ റോഡിന് സമീപമുള്ള പൊതുശ്മശാനത്തിൽ വൻ ജനാവലി സാക്ഷിയായി ഗവൺമെന്റിന്റെ സർവ്വവിധ ഔദ്യോഗിക ബഹുമതികളോടും മതാചാരങ്ങളോടും കൂടി ധീരനും ദേശസ്നേഹിയും കർത്തവ്യനിരതനുമായിരുന്ന IG ഹെൻറി ജോൺസണെയും അദ്ദേഹത്തിനോടൊപ്പം സ്ഫോടനത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ഭാര്യയെയും 2 പെൺകുട്ടികളെയും സംസ്കരിച്ചു. ആയിരങ്ങൾ ആ കുടുംബത്തിന് നിറമിഴികളോടെ അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. ഏതാണ്ട് 5 മണിയോടെ ജനം വളരെ ആത്മസംയമനത്തോടെ പിരിഞ്ഞു. പക്ഷെ അതിനുശേഷം നിർണായകമായ 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. വാഷിംഗ്ടൺ നഗരത്തിൽ ആയിരങ്ങളുടെ ജനക്കൂട്ടം ഇളക്കി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വാഷിംഗ്ടണിൽ നടന്നുവരുന്ന തുടർച്ചയായ കൊലപാതകങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും രാജ്യഭരണം കൈയാളുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന മുദ്രാവാക്യത്തോടെ പ്ലക്കാർഡുകളുമേന്തി ആരംഭിച്ച ജനപ്രതിഷേധം നഗരത്തിൽ ഇരമ്പിയാർത്തു. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും നേർക്ക് പ്രക്ഷുബ്ധരായ ജനക്കൂട്ടം കൂട്ടമായി കല്ലെറിഞ്ഞു. നഗരമധ്യത്തിലെ ചില ഗവൺമെന്റ് ഓഫീസ് കെട്ടിടങ്ങൾക്ക് തീയിട്ടു. അക്ഷരാർത്ഥത്തിൽ വാഷിംഗ്ടൺ നഗരം നടുങ്ങി വിറച്ചു. എങ്ങും അട്ടഹാസങ്ങളും പോർവിളികളും മുഴങ്ങി. വൈകാതെ പോലീസ് സന്നാഹം നഗരത്തിലിറങ്ങി. എന്നാൽ ചീറി വരുന്ന പടുകൂറ്റൻ തിരമാലകൾ പോലെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് അക്രമാസക്തരായ 3000-ഓളം വരുന്ന പൊതുജനത്തെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കും എന്നറിയാതെ നീതിന്യായ പാലകർ ആശങ്കാകുലരായി. മാത്രമല്ല, പെട്ടെന്നൊരു അറ്റാക്കിന് ഇറങ്ങി തിരിച്ചാൽ അത് ഏതാനും നാളുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ എമിലിയൻ സിറ്റിയിൽ 40 പേരുടെ ജീവൻ കവർന്ന പോലീസ് വെടിവെപ്പിന്റെ ആവർത്തനം ഉണ്ടാവുമോ ഇവിടെയും എന്ന് പോലീസ് മേധാവികൾ ഉള്ളിൽ ഭയന്നു. അങ്ങനെയൊന്നുണ്ടായാൽ പരിണതഫലം വളരെ വലുതായിരിക്കും. അന്ന് നടന്ന കൂട്ടക്കൊലയെപ്പറ്റി ഐക്യരാഷ്ട്രസഭയിൽ പോലും അമേരിക്കൻ പോലീസിന് നേരെ കടുത്ത വിമർശനങ്ങൾ വരെ ഉണ്ടായി. മനുഷ്യസ്നേഹികളുടെ ആഗോള സംഘടന അമേരിക്കൻ ഗവൺമെന്റിന് സംഭവത്തിന്റെ യഥാർത്ഥ വിശദീകരണത്തിനായി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ പെട്ടെന്നൊരു കടുത്ത നിലപാടിലേക്ക് പോലീസ് നീങ്ങിയാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾക്കാവും സാധ്യതയുണ്ടാക്കുക എന്ന് സർവ്വസേനാ നേതൃത്വം ബോധപൂർവം മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇത്തരമൊരു ആപത്ഘട്ടത്തിൽ പോലീസിന് പട്ടാളത്തിന്റെ സഹായം അഭ്യർത്ഥിക്കാം. എന്നാൽ പട്ടാളം എത്തിയാൽ നഗരത്തിൽ എത്ര പേർ മരിച്ചു വീഴുമെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടുവാൻ പോലും അപ്രാപ്യമാണ്. അതിലുപരി ഇങ്ങനെയൊന്നുണ്ടായാൽ രാജ്യത്തുടനീളം ഒരു വൻ ആഭ്യന്തര കലാപം തന്നെ പ്രതീക്ഷിക്കാം. അത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കാം. ഇപ്പൊ തന്നെ നടന്ന സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ഏത് നിമിഷവും സ്ഥാനവ്യതിയാനം അനുഭവപ്പെടാവുന്ന മൂർധന്യാവസ്ഥയിലാണ്. സമയം 7:30 PM. 1.5 മണിക്കൂറോളം നീണ്ട നഗരവീഥികളെ ഒന്നടങ്ങ് സ്തംഭിച്ച പ്രകമ്പനം കൊള്ളിച്ച ആ കൂറ്റൻ പ്രക്ഷോഭം ചിതയടങ്ങും പോലെ എരിഞ്ഞടങ്ങി. സമയം ഏതാണ്ട് 8 മണിയായപ്പോ ജനസാഗരം എവിടെയോ അലിഞ്ഞു. ഈ നേരം അവിടെ ശേഷിച്ചതും എല്ലാറ്റിനും മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു പോലീസും പട്ടാളവും. അന്ന് രാത്രി 12:30 പ്രസിഡന്റ് ജോർജ് സ്റ്റീഫന്റെ ഔദ്യോഗിക വസതിയിൽ പോലീസ് സേനാ വിഭാഗം തലവന്മാരും പട്ടാള മേധാവികളും FBI-യുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രതന്ത്രജ്ഞരും രാഷ്ട്ര വിശദാംശരും ഉൾപ്പെട്ട അതിവിപുലമായ ഒരു മീറ്റിംഗ് നടന്നു. 2 മണിക്കൂർ നീണ്ട ചൂടുപിടിച്ച ചർച്ചയ്ക്ക് അവസാനം പ്രസിഡന്റ് തന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം അതിഥികൾക്ക് മുന്നിൽ വെച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല. വാഷിംഗ്ടൺ സംഭവങ്ങളുടെ അന്വേഷണ ചുമതല രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു ക്ലൂ പോലും കണ്ടെത്താനാവാത്ത ഏജൻസിയുടെ അന്വേഷണത്തിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും ആയതിനാൽ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നതും ഇപ്പോ ന്യൂയോർക്ക് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നതുമായ ലോക പ്രശസ്ത പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയായ
ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുന്നതിൽ തനിക്ക് താല്പര്യമുണ്ടെന്നും. ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് കേട്ടതും കോൺഫറൻസ് ഹാളിൽ കൂടിയിരുന്ന പലരുടെയും മുഖത്ത് വല്ലാത്തൊരു ഞെട്ടൽ പ്രകടമായി. വാഷിംഗ്ടണിൽ 1995 സ്ഥാപിതമായ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പല അന്താരാഷ്ട്ര കേസുകളുടെ അന്വേഷണം ഏറ്റെടുക്കുകയും വിജയം കൈവരിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ അടക്കമുള്ള സംഘടനകളുടെ വരെ പ്രശംസ പാത്രമാവുകയും ചെയ്തിട്ടുള്ളത് ഭൂരിപക്ഷത്തിനും അറിയാം. പക്ഷെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയിലെ സീനിയർ ഓഫീസർമാരിൽ ഒരാളായിരുന്ന ജെൻസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഒരേയൊരു പുത്രനാണ് ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ചീഫ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നത് ജൂനിയർ ബോണ്ട് 007 എന്ന അപരനാമത്തിലുമാണെന്ന് അറിഞ്ഞതോടെ പലർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുച്ഛം. അതിബുദ്ധിമാന്മാരുടെ ആവാസ കേന്ദ്രമായ അമേരിക്കയിൽ ഒരു കേസന്വേഷണത്തിന് ഇന്ത്യനായ ഒരാളെ നിയോഗിക്കുകയോ? ഛേ, ആരൊക്കെയോ നെറ്റി ചുളിച്ചു. മറ്റു രാഷ്ട്രങ്ങൾ ഇതറിയുമ്പോൾ അത് അമേരിക്കയ്ക്ക് കുറച്ചിലാവില്ലേ? FBI ഒരു ഉയർന്ന മേധാവി ഉള്ളിലെ രോഷം അടക്കാനാവാതെ തന്നെ പ്രസിഡന്റിനോട് നേരിട്ട് തിരക്കി. എന്തു കുറച്ചിൽ? ഒന്നുമില്ല മിസ്റ്റർ. നിങ്ങളും പോലീസും ഒക്കെ പറയുന്ന കൊലപാതകങ്ങളുടെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഡേഞ്ചർ ഡെന്നി എന്ന് പറയുന്ന ഭീകരനെ കണ്ടെത്താൻ ഇനിയും അമാന്തിച്ചാൽ വാഷിംഗ്ടണിൽ മാത്രമല്ല ഇവിടെയും പലതും നടക്കും. ഗവൺമെന്റ് മൂക്കുകുത്തുമെന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ആര് യൂസ് ചെയ്യുന്നു എന്നതിന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. രാജ്യത്ത് ഇന്നുണ്ടായതിലും വലിയ ജനപ്രക്ഷോഭം ഉണ്ടായാൽ അത് നിസ്സാരമായ അവസ്ഥയിലായിരിക്കില്ല ഗവൺമെന്റിനെ ബാധിക്കുന്നത്. അതിനു മുമ്പ് എങ്ങനെയും നിങ്ങൾ കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ഏത് ഡേഞ്ചർ ഡെന്നി ആണെങ്കിലും ശരി, നമുക്ക് അവനെ കണ്ടെത്തി നടു റോട്ടിലിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലണം. എങ്കിലേ ഇപ്പൊ മങ്ങലേറ്റിരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കാൻ പറ്റൂ. AK-7 നിന്ന് തുരുതുരെ പായുന്ന വെടിയുണ്ടകൾ പോലെ മൂർച്ചയേറിയ വാക്കുകൾ മന്ത്രിയിൽ നിന്ന് പുറത്തേക്ക് വർഷിച്ചതോടെ പലരുടെയും മുഖം കുനിഞ്ഞു. പിന്നെ വൈകിയില്ല. വാഷിംഗ്ടൺ കേസുകളുടെ അന്വേഷണ ചുമതല ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുവാൻ ഗവൺമെന്റിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിൽ നിന്ന് പ്രസിഡന്റിന്റെ കയ്യൊപ്പോടുകൂടിയ ഫാക്സ് സന്ദേശം ന്യൂയോർക്കിലെ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് പാഞ്ഞു. അമേരിക്കയുടെ ആഭ്യന്തര ക്രമസമാധാന നിലയ്ക്ക് തന്നെ വൻ ആഘാതമായി മാറിയിരിക്കുന്ന വിവാദമായ വാഷിംഗ്ടൺ മർഡർ കേസുകളുടെ അന്വേഷണ ചുമതല ബോണ്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുവാൻ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഫാക്സ് സന്ദേശം ന്യൂയോർക്കിലെ ബോണ്ട് ഡിറ്റക്റ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുമ്പോൾ തലവനായ ജൂനിയർ ബോണ്ട് 007 അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോൾ ജന്മരാജ്യമായ ഇന്ത്യയുടെ കേന്ദ്ര അന്വേഷണ പരിശീലന സ്ഥാപനങ്ങളിൽ ഒന്നായ സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് സ്കൂളിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മുംബൈയിൽ സംഘടിപ്പിച്ച ഒരു ദ്വിദിന ഡിറ്റക്റ്റീവ് ട്രെയിനിങ് സെമിനാറിൽ ഒരു കുറ്റാന്വേഷണം ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം യോഗ്യതകളിൽ ഒന്നായ ഇന്ദ്രിയേതര ഗ്രഹണം അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് അതിഗൗരവതരമായി പ്രഭാഷണം നടത്തുകയായിരുന്നു. ഈ സമയത്താണ് ന്യൂയോർക്കിലെ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്റെ പ്രധാന സഹായിയായ മെർലിന്റെ അടിയന്തര സന്ദേശം ചീഫ് ജെയിംസ് ലോവന് ലഭിക്കുന്നത്. ബോണ്ട് ചീഫ് അപ്പോൾ തന്നെ മുംബൈയിൽ നിന്ന് വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് അമേരിക്കയിലേക്ക് തിരിക്കുന്നതാണെന്നും ഓഫീസിൽ എത്തിയതിനു ശേഷമാവും മറ്റു കാര്യങ്ങൾ എന്നറിയിച്ചുകൊണ്ട് മെർലിന് മറുപടി സന്ദേശം അയച്ചു. മാത്രമല്ല, വെളുപ്പിന് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5:45 AM അമേരിക്കയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ VT-505 യാത്രാ വിമാനത്തിൽ ജൂനിയർ ബോണ്ട് 007 എന്ന അപരനാമത്തിനുടമയായ ആ അതികായൻ അമേരിക്കയിലേക്ക് തിരിക്കുകയും ചെയ്തു. ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി ചീഫ് ജൂനിയർ ബോണ്ട് 007 അമേരിക്കയിലെ അന്താരാഷ്ട്ര എയർപോർട്ടായ ലഗാസിയായി ലാൻഡ് ചെയ്തതിന്റെ അന്ന് രാത്രി തന്നെ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റിന് ചീഫിന്റെ തികച്ചും പോസിറ്റീവിൽ തന്നെയുള്ള ആശാവഹമായ മറുപടി എത്തി. വാഷിംഗ്ടൺ മർഡറുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല വേണ്ട നിബന്ധനകളോടെ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി സന്തോഷപൂർവ്വം ഏറ്റെടുത്തതായി അറിയിച്ചുകൊണ്ട് പ്രസിഡന്റും ഭരണകൂടവും ഒരേ സമയം സന്തോഷിച്ചു. ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് എന്ന 40-കാരൻ തന്റെ പ്രധാന 2 സഹായികളുമായി വാഷിംഗ്ടണിലെ റോസ് വ്യൂ ആർക്കേഡിന് എതിർവശത്തുള്ള ഹോട്ടൽ എമറാഡിൽ മുറിയെടുത്തു. അന്ന് സന്ധ്യയോടെ അദ്ദേഹത്തെ കാണാൻ വാഷിംഗ്ടൺ മർഡർ കേസുകളുടെ മുഴുവൻ വിവരങ്ങളും ലഭിച്ച തെളിവുകളും അടങ്ങിയ ഫയലുകളുമായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണ എമറാൾഡിലെത്തി. ബോണ്ട് ചീഫ് ജെയിംസ് ലോവനും മെർലിനും ചേർന്ന്
കമ്മീഷണറെ ആദരപൂർവ്വം ക്ഷണിച്ചിരുത്തി. മെർലിൻ അതിഥിക്ക് ഇലക്ട്രിക് സ്റ്റൗവിൽ ചായ തയ്യാറാക്കവേ ജെയിംസ് ലോവൻ കമ്മീഷണറുടെ പക്കൽ നിന്ന് കേസ് ഫയലുകൾ വാങ്ങി ഒന്ന് ഓടിച്ചു നോക്കി. ഈ വേള കമ്മീഷണർ സെൻകുമാർ റാണയുടെ സെല്ലിലേക്ക് പോലീസ് ഡയറക്ടർ ജനറലിന്റെ ഫോൺ കോൾ വന്നു. ഡയറക്ടർ ജനറലാണ് സർ. അദ്ദേഹത്തിന് താങ്കളോട് സംസാരിക്കാനാവുമോ എന്ന് ചോദിക്കുന്നു. സെല്ലുമായി അല്പം മാറി നിന്ന് അടക്കത്തിൽ എന്തോ സംസാരിച്ചിട്ട് കമ്മീഷണർ ചീഫിന് മുന്നിലേക്ക് വന്നു. ഓഫ് കോഴ്സ് കമ്മീഷണർ. ചീഫ് മെല്ലെ ഒന്ന് മന്ദഹസിച്ചിട്ട് കമ്മീഷണറുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ജെയിംസ് ലോവനും ഡയറക്ടർ ജനറലുമായി നീണ്ട 10 മിനിറ്റ് നേരത്തെ കാര്യമാത്ര പ്രസക്തമായ സംസാരം. എനിവേ മിസ്റ്റർ ചീഫ്, താങ്കൾക്ക് എപ്പോ വേണമെങ്കിലും ഏതൊരു നീക്കത്തിനും ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമുണ്ടാവും. അത് ഏത് നിമിഷമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ ലോവൻ. ഡയറക്ടർ ജനറൽ സംസാരം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. താങ്ക് യു സർ. ചീഫ് തന്റെ ഘനഗംഭീര സ്വരത്തിൽ നന്ദി അറിയിച്ചു. ഇതിനിടെ മെർലിൻ കമ്മീഷണർക്ക് ചായ നൽകിയിരുന്നു. അയാൾ ചായ മുത്തിക്കുടിച്ചുകൊണ്ടിരിക്കെ മുന്നിലെ ഗ്ലാസ് ടീപ്പോയിലിരുന്ന വാഷിംഗ്ടൺ മർഡറുകളുടെ കേസ് ഫയൽ മെർലിൻ എടുത്ത് മെല്ലെ മറിച്ചുകൊണ്ടിരുന്നു. ചീഫ് പോലീസ് മേധാവിയുമായിട്ടുള്ള ഔദ്യോഗിക ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അങ്ങോട്ട് ഗമിച്ചതും മെർലിനും കമ്മീഷണറും ഒരേ സമയം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. സർ, ലെറ്റ് മീ ഗോ. കമ്മീഷണർ കാലിയായ ചായ ഗ്ലാസ് താഴെ ടീപ്പോയിലേക്ക് വെച്ചിട്ട് ചീഫിനോട് മടങ്ങുന്നതിനുള്ള അനുവാദം തിരക്കി. ഓക്കെ ഓക്കെ കമ്മീഷണർ, യു മേ ഗോ. എന്നിരുന്നാലും താങ്ക് യു ഫോർ ഗിവിംഗ് മീ സോ മെനി ഡീറ്റെയിൽസ്. ഹാർട്ടി വെൽക്കം സർ. കമ്മീഷണർ ചീഫിന് ഹസ്തദാനം കൊടുത്ത് പുറത്തേക്ക് നടന്നു. ജെയിംസ് ലോവൻ കമ്മീഷണർ കൊണ്ടുവന്ന ഫയലുകളുമായി തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിനരികിലേക്ക് നടന്നു. പിന്നാലെ അനുധാവനം ചെയ്ത് മെർലിനും. പുറത്ത് ഇരുട്ടിന്റെ കറുത്ത പാളുകളുമായി രാത്രി എത്താൻ തിടുക്കം കൂട്ടി. ഇതേസമയം മസ്ത ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി ഒരു പഴയ കാർ നഗരമധ്യത്തിലൂടെ പുക പറത്തിക്കൊണ്ട് ചീറിപ്പായുന്നുണ്ടായിരുന്നു. അതിന്റെ ഡ്രൈവർ ഒരു നീഗ്രോ യുവാവിനെ ഓർമ്മിപ്പിക്കുന്നു. കാറിന്റെ പിൻസീറ്റിൽ 6 അടിയോളം ഉയരമുള്ള ഒരു അജാനുബാഹുവായ മനുഷ്യൻ. 50-നടുത്ത പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു ഘോരമൃഗത്തിന്റെ വന്യതയും ക്രൗര്യതയും മിന്നിമ നിന്നിരുന്നു. ചുണ്ടിൽ പുകയുന്ന ചുരുട്ടിൽ നിന്ന് വരുന്ന പുക ഉള്ളിലെരിയുന്ന അഗ്നിയുടേതാണെന്ന് ദ്യോതിപ്പിക്കുന്നു. അതെ, ആ മനുഷ്യൻ അഗ്നിയാണ്. ഒരു രാഷ്ട്രം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ തക്ക ശക്തിയുള്ള പകയുള്ള അഗ്നിമനുഷ്യൻ. ഡോക്ടർ നാരായണൻ. അർദ്ധരാത്രി ഡേഞ്ചർ ഡെവിൾസ് പാർക്കിനുള്ളിലെ ഹോസ്പിറ്റൽ ICUവിന്റെ സജ്ജീകരണങ്ങളുള്ള AC മുറിയിലെ കിടക്കയിൽ അതാ ശിരസിലൊരു തുണിക്കെട്ടുമായി അവൾ ഇരിക്കുന്നു. നീരജ തമ്പി. ന്യൂയോർക്ക് ടൈംസിലെ അതിപ്രഗത്ഭയായിരുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. അവക്ക് ചുറ്റും സദാ പ്രവർത്തന സജ്ജരായി നിൽക്കുന്നത് വെള്ളയണിഞ്ഞ നഴ്സുമാരല്ല, മറിച്ച് പട്ടാള വസ്ത്രങ്ങളോട് സാമ്യത തോന്നിപ്പിക്കുന്ന വസ്ത്രമണിഞ്ഞ് കയ്യിൽ സ്റ്റൺ ഗണ്ണുകളുമേന്തി ജാഗരൂകരായ 3 കറുത്ത യുവതികൾ. അവരുടെ കണ്ണുകൾ സദാ താൻ എവിടെയെന്നോ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടുവെന്നോ എന്നറിയാതെ പകച്ചിരിക്കുന്ന, അതിനപ്പുറം ശാരീരിക ക്ഷീണത്താൽ പതറിയ നിലയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന നീരജ തമ്പിയുടെ മേലാണ്. അവൾ ശരിയായ ബോധാവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ എണീറ്റിരിക്കുവാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചു സമയമേ ആയിട്ടുള്ളൂ. അതുവരെയും ആകെ തളർന്ന് പരീക്ഷീണയായി പാതിബോധത്തോടും അല്ലാത്തതുമായ അവസ്ഥയിലായിരുന്നു. ഒന്നും ഓർക്കാൻ സാധിക്കുന്നില്ല. ചുവരിലെ ഘടികാരത്തിൽ 1 മണി അടിച്ച് യന്ത്രക്കുയിൽ കൂകി. ഇരുമ്പുകട്ടലിന്റെ ക്ലാസ്സിൽ തലയണ ചാരി വെച്ച് അതിലേക്ക് പിന്നോക്കം ചാഞ്ഞിരിക്കുകയായിരുന്നു നീരജ തമ്പി. അവളിരുന്ന ഇരിപ്പിൽ ഇരുണ്ട നിയോൺ ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ റൂമിൽ ആകമാനം ഒന്ന് ചുറ്റി നോക്കി. കാവൽക്കാരുടെ മുഖത്തും ശ്രദ്ധ വീണു. ഈശ്വര, താൻ ഇത് എവിടെയാണ്? നീരജ തമ്പി ഉൾക്കിടലത്തോടെ ഓർത്തു. പൊടുന്നനവെ തലച്ചോറിനുള്ളിൽ ബോധോദയം വന്നതുപോലെ ഒരു ചലനഭാവമുണ്ടായി. അത് അവളുടെ പരിഭ്രാന്തമായ മുഖത്തും പ്രകടമായി. മാത്രയ്ക്കുള്ളിൽ നീരജ തമ്പിയുടെ ഉള്ളിൽ ചിന്തകളും ഓർമ്മകളും ഇരമ്പി. അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, ജോലി. അതെ, എല്ലാം മെല്ലെ മെല്ലെ ഓർമ്മ വരുന്നു. ഏയ്, ഞാനിത് എവിടെയാണ്? ആരാണ് നിങ്ങളൊക്കെ? അടുത്ത മാത്രയിൽ നീരജ തമ്പി ശിരസിലെ വേദന മറന്ന് ഒരു മുരൾച്ചയോടെ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. നോ, ഡോണ്ട് മൂവ്, ഐ വിൽ ഷൂട്ട് യു, ഷുവർ. നീരജയ്ക്ക് മുന്നിൽ നിന്ന് കാവൽക്കാരി ഗൺ ചൂണ്ടി അലറി. നീരജ അവളുടെ ഭാവം കണ്ട് ബെഡിലേക്ക് തന്നെ ഇരുന്നു. ഒരുപക്ഷെ അവൾ തന്റെ നെഞ്ചിലേക്ക് തന്നെ വളരെ കൃത്യമായി നിറയൊഴിച്ചേക്കുമെന്ന് തന്നെ നീരജയ്ക്ക് മനസ്സിൽ ബോധ്യമായി. അത്ര ആജ്ഞാശക്തിയും ധൈര്യവും അവളുടെ മുഖത്ത് നീരജ ദർശിച്ചു. എങ്കിലും ധൈര്യം സംഭരിച്ച് സമചിത്തതയോടെ നീരജ തിരക്കി. പ്ലീസ്, പ്ലീസ് ടെൽ മീ, ഏതാണ് ഈ സ്ഥലം? എന്തിനാണ് എന്നെ ഇങ്ങനെ നിങ്ങൾ തടവറിലാക്കിയിരിക്കുന്നത്?
ആരാണ് നിങ്ങളുടെ ബോസ്? ഡേഞ്ചർ ഡെന്നിയാണ് ഞങ്ങളുടെ ബോസ്. വലതുവശത്ത് നിന്ന് തടിച്ചവൾ 3 ചോദ്യങ്ങളിൽ ഒന്നിന് മാത്രം കനത്ത ശബ്ദത്തിൽ ഉത്തരം നൽകി. ഡേഞ്ചർ ഡെന്നി? നീരജ തമ്പിയുടെ ശിരസിൽ തീ പിടിച്ച ആ ഒരു റോക്കറ്റ് തലകുത്തനെ വന്ന് പതിച്ചതുപോലെ അതിഭയങ്കരമായ ഒരു വേദന ഉണ്ടായി. വാഷിംഗ്ടണിനെ കുളിരണിയിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് മഞ്ഞുകളങ്ങൾ പെയ്തു തുടങ്ങിയ ശാന്തരാത്രി ഗാഠതുല്യമായ ആ ശാന്തതയെ തകർത്തെറിഞ്ഞ് നാമാവശേഷമാക്കിക്കൊണ്ട് മസ്ത ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് ആ പഴയ കാർ അകത്ത് പ്രവേശിച്ച് സഡൻ ബ്രേക്കിൽ നിന്നു. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഉയരം കൂടിയ നീഗ്രോ തിടുക്കത്തിൽ ഓടിയിറങ്ങി കാറിന്റെ വലതുവശം ബാക്ക് ഡോർ ഭവ്യതയോടെ തുറന്നുകൊടുത്ത് തെല്ലുമാറി നിന്നു. കാറിനുള്ളിൽ നിന്ന് ആ മനുഷ്യൻ ചുണ്ടത്ത് അഗ്നി വഹിക്കുന്ന ചുരുട്ടുമായി പുറത്തേക്കിറങ്ങി. ഡോക്ടർ നാരായണൻ. വളരെ അലസമായി നേവി ബ്ലൂ കളറിലുള്ള പാൻസും ഷർട്ടും ധരിച്ച അയാളുടെ കണ്ണുകൾ വിക്ഷേപണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന റോക്കറ്റ് തുമ്പ് പോലെ അഗ്നിറീത്തിൽ കാണപ്പെട്ടു. ഡോക്ടർ നാരായണൻ വന്യമായ ഒരു ഉൾച്ചിരിയോടെ നിന്ന നിൽപ്പിൽ ഹോസ്പിറ്റലും ചുറ്റുപാടും ഒന്ന് തിടുക്കത്തിൽ വീക്ഷിച്ചു. പിന്നെ ശരം വിട്ടതുപോലെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പാഞ്ഞു. അയാളുടെ പാദങ്ങളിലെ ലാടം പതിച്ച ഷൂകളുടെ കഠോര ശബ്ദം ഹോസ്പിറ്റലിന്റെ കനത്ത അനേകം ചുവരുകളിൽ തട്ടി പലതായി പ്രതിധ്വനി സൃഷ്ടിച്ചു. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെ ശീതീകരിച്ച മുറി. ഡോക്ടർ നാരായണന്റെ ഗംഭീര നടത്തം ആ വാതിലിന് മുന്നിൽ നിശ്ചലമായി. ഉടനവേ അകത്തുനിന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സ് കയ്യിൽ എന്തോ പ്രിസ്ക്രിപ്ഷനും നിവർത്തിപ്പിടിച്ച ധൃതിയിൽ പുറത്തേക്ക് വന്നു. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഡോക്ടർ നാരായണൻ വളരെ വിനയഭാവത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞു. യെസ് മാം. സിസ്റ്റർ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അയാളെ അപരിചിതത്തോടെ വീഴ്ചച്ചുകൊണ്ട് തിരക്കി. വാട്ട് യു വാണ്ട് മാൻ? ഐ വുഡ് ലൈക്ക് ടു സീ യുവർ ഡയറക്ടർ. ഓഫ് കോഴ്സ്, ബട്ട് താങ്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയില്ല, നഴ്സ് ഓർമ്മപ്പെടുത്തി. ഡെവിൾ. ഡോക്ടർ നാരായണൻ മറുപടി മുരൾച്ചയുടെ സ്വരത്തിലാണ് നൽകിയത്. ഡോക്ടറുടെ കണ്ണുകളിലെ അപ്പോഴത്തെ വന്യത നഴ്സിനെ തെല്ലമ്പരിപ്പിച്ചു. അവൾ അയാളെ ഉറ്റുനോക്കി. ഡോക്ടർ നാരായണൻ അത് ശ്രദ്ധിക്കുവാൻ മിനക്കെടാതെ തിടുക്കത്തിൽ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഏയ് മിസ്റ്റർ ഡയറക്ടർ. അകത്ത് കടന്നതും ഡോക്ടർ നാരായണൻ കസേരയിലിരുന്ന് മുന്നിലെ ഗ്ലാസ് ടേബിളിന് പുറത്തെ ഫയലിൽ മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്ന ഡോക്ടർ ഡിസൂസയെ ഉച്ചത്തിൽ വിളിച്ചു. ഡോക്ടർ ഡിസൂസ അസഹനീയമായ ആ വിളിയോച്ചയിൽ അതൃപ്തമായ ഭാവത്തോടെ മുഖമുയർത്തി. മൈ ഗോഡ്. അടുത്ത സെക്കൻഡിൽ മുന്നിൽ ഒരു മഹാമേരു പോലെ നിൽക്കുന്ന ദീർഘകായനെ കണ്ടതും ശിരസിൽ ഒരു ഭീമൻ ഉൽക്ക വന്ന് പതിച്ചത് കണക്കെ ഡോക്ടർ ഡിസൂസ ഞെട്ടിപ്പിടഞ്ഞു. നിങ്ങൾ നിങ്ങൾ ഡോക്ടർ ഡിസൂസയുടെ സപ്തനാടികളും മരവിച്ച അവസ്ഥയിലായി. വളരെ ചെറിയ ശബ്ദത്തിലാണ് ഭയപ്പാടിലുള്ള ചോദ്യം നാവിൽ നിന്ന് ബന്ധപ്പെട്ട് പുറത്തേക്ക് വമിച്ചത്. യെസ് ഡോക്ടർ നാരായണൻ. ഒരു കാലത്ത് നിന്റെ ഉറ്റ സുഹൃത്തായിരുന്നവൻ, പിന്നീട് നീ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ നാരായണൻ. ഡോക്ടർ നാരായണൻ അത് പറഞ്ഞിട്ട് ഉന്മാദം ബാധിച്ചവനെ പോലെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഡോക്ടർ ഡിസോസയ്ക്ക് അനക്കമറ്റുപോയി. ഭയാക്രാന്തനായ അയാളുടെ മനസ്സിൽ 1000 ഓർമ്മകൾ ആർത്തലയ്ക്കുന്ന കടൽത്തിരകൾ പോലെ പൊന്തി വന്നു. പൊടുന്നനവെ ശീതീകരണ യന്ത്രം ഘടിപ്പിച്ച മുറിയിലിരുന്നിട്ട് പോലും ഡോക്ടർ ഡിസോസയുടെ നെറ്റിത്തടം വിയർപ്പിൽ കുതിർന്നു. ശ്വാസഗതി അതിവേഗത്തിലായി. അതിഭയങ്കരമായ ഒരു അസ്വസ്ഥത അയാളുടെ തലച്ചോറിനെ കീഴ്പ്പെടുത്തി. എന്താ എന്താ അതിബുദ്ധിമാനായ ഡോക്ടർ ഡിസോസയ്ക്ക് പാൽപിറ്റേഷൻ? അതോ അറ്റാക്കിനുള്ള ആരംഭമോ? ടെൽമി ഡോക്ടർ, ടെൽമി. അത് ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ നാരായണൻ തികച്ചും പരിഹാസത്തോടെ അതിനപ്പുറം കടുത്ത ഉൾപ്പകയുടെ കാഠിന്യഭാവത്തോടെ മെല്ലെ തിരക്കി. ഡോക്ടർ. പെട്ടെന്ന് ഡോക്ടർ ഡിസൂസ ഇരുന്നിടത്ത് നിന്ന് എന്തോ ആലോചിച്ച് തീരുമാനിച്ച മട്ടിൽ എണീറ്റു. പറഞ്ഞു. എത്ര കോടി വേണം? തുക നിങ്ങൾ പറയുന്നതാണ് തുക. എന്നാലും എന്നെ ഉപദ്രവിക്കരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഡോക്ടർ ഡിസൂസ മുന്നിൽ പൊട്ടിത്തെറിക്കാൻ പോകുന്ന അഗ്നിപർവ്വതത്തിന്റെ മനസ്സുമായി നിൽക്കുന്ന ഡോക്ടർ നാരായണന് മുന്നിൽ കൈകൂപ്പി. ഡോക്ടർ നാരായണൻ ഉച്ചത്തിൽ അയാളുടെ മുഖമടച്ച് ഒറ്റ ആട്ടായിരുന്നു. അതിന്റെ ശക്തി മൂർധന്യതയിൽ അയാളുടെ കടവായിലെ ഉമിനീർ ഡോക്ടർ ഡിസൂസയുടെ മുഖത്ത് അങ്ങിങ്ങ് ചിന്നിച്ചിതറി വീഴുകയും ചെയ്തു. കോടികൾ! ലജ്ജയിലൂടെ നായെ, നിനക്കെന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഉളുപ്പില്ലാതെ സംസാരിക്കുവാൻ? പോസ്റ്റഡ്! ഡോക്ടർ നാരായണൻ കടുവയെ പോലെ മുരണ്ടു. ഡോക്ടർ ഡിസൂസ തനിക്കൊന്നും പറയാനില്ലാത്തതുപോലെ നിന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം
അവന്റെ ഒരായുസിന്റെ മുഴുവൻ പ്രവർത്തന ഫലം, അവന്റെ കുടുംബജീവിതം, ഇതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് നീ തട്ടിയെടുത്തത്. ജന്മരാജ്യത്തെയാണ് നീ കോടികൾ വാങ്ങി ഒറ്റുകൊടുത്തത്. ഡോക്ടർ ഡോക്ടർ ഡിസൂസ ദൈന്യത ഭാവിച്ച് വിളിച്ചു. സ്റ്റോപ്പ് ഇറ്റ്, മിണ്ടിപ്പോയരുത് നീ. ഡോക്ടർ നാരായണൻ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കലിയോടെ ചുമരിൽ എറിഞ്ഞുടച്ചു. അതിനുള്ളിലെ പളുങ്കുമുത്തുകൾ തറയിൽ പലയിടങ്ങളിലേക്ക് ചിന്നിച്ചിതറി. അവകളിൽ ഡോക്ടർ നാരായണന്റെ ക്രുദ്ധ നയനങ്ങൾ വട്ടമിട്ട് നിന്നു. ആ മഹാരഹസ്യം നിന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ നീ എന്താ എന്നോട് ചെയ്തത്? ഡോക്ടർ നാരായണന്റെ സ്വരം കൂടുതൽ കൂടുതൽ കർക്കശവും ക്രുദ്ധവുമായി. കണ്ണുകളിൽ ഒടുങ്ങാത്ത പകയുടെ കനലുകൾ കത്തിത്തിളങ്ങാൻ തുടങ്ങി. ഉള്ളില് ചതിക്കപ്പെട്ടതിന്റെ നൊമ്പരവും പകയും തിങ്ങി മറിഞ്ഞു. ഡോക്ടർ ഡിസൂസ ശബ്ദിച്ചില്ല. അയാളുടെ മുഖത്തെ രക്തമയം മാഞ്ഞു. വെളുത്ത ലില്ലിപ്പൂവിന്റെ നിറത്തെ സ്ഫുരിപ്പിച്ചു. എന്റെ ജീവിതം, കുടുംബം, ഭാവി എല്ലാം തുലച്ചു നീ എന്ന പിശാച്. സ്വന്തം രാജ്യത്തിന് കിട്ടേണ്ട രക്ഷാകവചം നീ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് ലോക മേധാവിത്വത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന രാഷ്ട്ര ശക്തിക്ക് കോടിക്കണക്കിന് ഡോളറുകൾ വാങ്ങി വിറ്റു. കടുത്ത രാജ്യദ്രോഹം. വിടില്ല നിന്നെ ഞാൻ. ഡോക്ടർ നാരായണന്റെ വാക്കുകൾ വളരെ ശക്തവും നിശ്ചയദാർഢ്യത്തോടും കൂടിയുള്ളതായിരുന്നു. ഡിസൂസ മൗനം ഭജിച്ചു തന്നെ നിന്നു. പക്ഷെ അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രൂരനും ചതിയനുമായ ചെന്നായ സടകുണഞ്ഞ് എണീക്കുകയായിരുന്നു. എന്റെ ഭാര്യ, മകൾ, ഒരു തെറ്റ് ചെയ്യാത്ത അവരെ വകവരുത്തിയിട്ടാണ് നീ എന്റെ സർവസ്വമായിരുന്ന ആ ബ്രീഫ് കേസുമായി രാജ്യം വിട്ടത്. അന്നേക്ക് 10-ാം നാൾ ഡൽഹിയിൽ ചേരുന്ന അന്താരാഷ്ട്ര സയന്റിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ വെളിപ്പെടുത്താനിരുന്ന ഒരു മഹാ കണ്ടുപിടുത്തത്തിന്റെ ഫോർമുല, എന്റെ 22 വർഷക്കാലത്തെ കഷ്ടപ്പാടിന്റെ ആകത്തുക. അത് കൊണ്ടുപോകുന്നില്ലട നായിന്റെ മോനെ നീ. ഡോക്ടർ നാരായണൻ കോപം കൊണ്ട് അടിമുടി വിറച്ചു. നിന്റെ പിന്നാലെ അതിനുവേണ്ടി ഈ രാജ്യത്ത് പാഞ്ഞെത്തിയ നീ എന്നെ അമേരിക്കൻ പോലീസിനെ കൊണ്ട് ചവിട്ടി മെതിച്ച് നെഞ്ചു നിറയെ വെടിയുണ്ടകളിൽ കയറ്റി കടലിലെറിയിച്ചു. പക്ഷെ ഡിസൂസ, ചത്തില്ല നാരായണൻ. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഞാൻ. പക്ഷെ അപ്പോഴേക്കും നീ ആ ബ്രീഫ് കേസ് അമേരിക്കയിലെ കാബാലികമാർക്ക് കൈമാറി കോടികൾ വാങ്ങി. പിന്നെ 7 വർഷവും കൊണ്ട് ഇവിടെ ഇത്ര വലിയ അവസ്ഥയിൽ. പക്ഷെ കഴിഞ്ഞ ആ 7 വർഷക്കാലം നിനക്ക് പണം തന്നവരുടെ തല വെട്ടിമാറ്റാൻ വേണ്ടി ആയുധങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഡോക്ടർ നാരായണൻ. ഡോക്ടർ നാരായണൻ അനിയന്ത്രിതമായ അന്തക്ഷോഭത്താൽ കിതച്ചു. ഡോക്ടർ നാരായണൻ? പെട്ടെന്ന് ഡോക്ടർ ഡിസൂസ വിളിച്ചു, തെല്ല് ഗൗരവത്തിൽ. അതേടാ പാസ്റ്റർ ഡോക്ടർ ചങ്ങാതി, നിന്റെ ഈ കാണുന്ന സകല സൗഭാഗ്യങ്ങളും ഞാൻ തകർക്കും. എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയ ആ ഒറ്റ കണ്ടുപിടുത്തം കൊണ്ട് നോബൽ സമ്മാനം വരെ നേടിയവനെയും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. പ്രതികാരദാഹിയായ ഡോക്ടർ നാരായണന്റെ അസ്ത്രമുഷ്ടിയുള്ള വാക്കുകൾ മുറിക്കുള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു വല്ലാത്ത ഇടിമുഴക്കമായി. ആ പ്രകമ്പനം ഡോക്ടർ ഡിസൂസയുടെ കർണപുടങ്ങളെ ഞെട്ടിച്ചുവെങ്കിലും അയാളുടെ ഉപബോധ മനസ്സ് അപ്പോഴേക്കും മുന്നിൽ അപ്രതീക്ഷിതമായി അവതരിക്കപ്പെട്ട ശത്രുവിനെ എങ്ങനെയും കീഴ്പ്പെടുത്താനുള്ള വ്യഗ്രതയോടെ കരുതലോടെ സജ്ജമായി കഴിഞ്ഞിരുന്നു. മാത്രയ്ക്കുള്ളിൽ ഡോക്ടർ ഡിസൂസയുടെ ഭാവവും രൂപവും മാറി. അയാൾ മറ്റെല്ലാം മറന്നു. മിസ്റ്റർ നാരായണൻ, ഡോക്ടർ ഡിസൂസ ഇടിനാദത്തിന്റെ ശബ്ദത്തിൽ തികച്ചും നിർഭയനായി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു. താങ്കൾ പറഞ്ഞതൊക്കെയും പച്ചയായ സത്യം. മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ 9 പ്രവർത്തന ഗ്രൂപ്പുകളിലൊന്നായ തേജോ രക്ഷ ഡയറക്ടറേറ്റിലെ സീനിയർ മോസ്റ്റ് സയന്റിസ്റ്റ് ആയിരുന്ന നിങ്ങൾ സഹപ്രവർത്തകർ പോലും അറിയാതെ സ്വന്തം വീട്ടിലെ രഹസ്യ ലബോറട്ടറിയിൽ 22 വർഷക്കാലം നീണ്ട കഠിന പ്രയത്നം കൊണ്ട് ഒരു മഹാ കണ്ടുപിടുത്തം നടത്തി. ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞന് സമ്മാനിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമുള്ളത്. ലോകരാഷ്ട്രങ്ങളെ ഒട്ടാകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തൽ. അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് താങ്കളുടെ വിശ്വസ്തനും ചങ്ങാതിയുമായിരുന്ന മുംബൈയിലെ ഗതികെട്ട ഈ ഭിഷകറിനോട്. തുടർന്ന് ഗലികളിലെ വേശ്യ പെണ്ണുങ്ങളുടെ അഴുക്ക് പുരണ്ട ശരീരങ്ങളുടെ പരിശോധനയും ചികിത്സയുമായി മനം മടുത്ത് അധപ്പതിച്ചു കഴിഞ്ഞിരുന്ന എനിക്ക് നിങ്ങളോട് ബഹുമാനത്തിലുപരി ഒരസൂയയിൽ നിന്നുണ്ടായ വെറുപ്പ്. ആ രാത്രി ഞാൻ എന്റെ അവസ്ഥയോർത്ത് ദുഃഖിതനായി മദ്യപിച്ച് വശം കെട്ട് ധാരാവിയിലും കാമാത്തിപുരത്തും വിളറി പിടിച്ച പട്ടിയെപ്പോലെ തെണ്ടി നടന്നു. ഒടുവിൽ വെളുപ്പാങ്കാലത്ത് ഏതോ ഒരുത്തിയുടെ തടിച്ച ശരീരത്തിൽ തളർന്നു കിടക്കുമ്പോ അവൾ ഒരു ചോദ്യം. ഡോക്ടർ, താങ്കൾക്ക് എന്തുകൊണ്ട് സുഹൃത്തിന്റെ ആ കണ്ടുപിടുത്തം എങ്ങനെയും സ്വന്തമാക്കി
മറ്റേതെങ്കിലും രാജ്യത്തിന് ചോർത്തിക്കൊടുത്ത് പണം വാങ്ങിച്ച് അവിടെ പോയി കുടുംബത്തിനോടൊപ്പം സുഖമായി ജീവിച്ചുകൂടെ എന്ന്. യെസ് മിസ്റ്റർ നാരായണൻ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു പറഞ്ഞിട്ട് ഡോക്ടർ ഡിസൂസ ഒരു ഭ്രാന്തനെ കണക്ക് അത്യുച്ചത്തിൽ അട്ടഹാസം മുഴക്കി. ഡോക്ടർ നാരായണൻ അത് ശ്രവിച്ചിട്ട് കത്താൻ വെമ്പുന്ന മിസൈൽ പോലെ വലിഞ്ഞു മുറുകി നിന്നു. പിറ്റേന്ന് നിലാവുള്ള രാത്രിയിൽ ഞാൻ ആരും അറിയാതെ നിങ്ങളുടെ രഹസ്യ ലബോറട്ടറിയിലെത്തി. തടയാൻ ശ്രമിച്ച നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഷൂട്ട് ചെയ്തു. മകളെ ഞാൻ ഭ്രാന്തമായ ആവശ്യത്തോടെ റേപ്പ് ചെയ്തു. ഒടുവിൽ അവളെ കൊണ്ട് തന്നെ താങ്കളുടെ രഹസ്യ സേഫ് തുറന്ന് ആ കണ്ടുപിടുത്തത്തിന്റെ ഫോർമുല അടങ്ങിയ ബ്രീഫ് കേസ് കൈക്കലാക്കി രാത്രി പുലരും മുമ്പ് കുടുംബവുമായി പലായനം. പിന്നെ എല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു. അമേരിക്ക എന്ന ഈ മഹാരാഷ്ട്രത്തിൽ ഞാൻ താങ്കൾ ഇന്ത്യക്ക് വേണ്ടി പാതി ആയുസ് കൊണ്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മഹാരഹസ്യം കൈമാറി. കിട്ടി ഡോക്ടർ, കോടിക്കണക്കിന് ഡോളർ. പിന്നാലെ എത്തിയ നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്ത് കടലിലെറിഞ്ഞു, സത്യം. പക്ഷെ ഞാൻ ഇപ്പോഴിതാ തലസ്ഥാന നഗരത്തിലെ 1ാം കിട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉടമ. മുംബൈയിൽ ഹൗസ് വൈഫായിരുന്ന എന്റെ ഭാര്യ പണം കൊണ്ട് ഡോക്ടറായി. ഇനി താങ്കൾക്കെന്നല്ല, രാജ്യത്തോട് ആദരവുള്ള ഒരു ഇന്ത്യൻ പൗരനും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഞാൻ അത്രയ്ക്ക് വളർന്നുപോയി ഡോക്ടർ നാരായൺജി. ഡോക്ടർ ഡിസൂസയുടെ സ്വരത്തിൽ വല്ലാത്തൊരു മനോധൈര്യത്തിന്റെ അതിഭയങ്കരമായ വേലിയേറ്റം ദൃശ്യമായി. ഡോക്ടർ നാരായണൻ അതിന് മറുപടിയായി ശബ്ദം താഴ്ത്തി ഒന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 7 വർഷങ്ങൾ, അതാണ് ഡിസൂസ നിന്നെ വളർത്തിയത്. സ്വന്തം രാജ്യത്തോടും സുഹൃത്തിനോടും കൂറു കാണിക്കാതെ ചതി മാത്രം ചെയ്ത ബ്ലാക്ക് ഡെവിൾ. പക്ഷേ മിസ്റ്റർ ഡിസൂസ, പോയ 7 വർഷങ്ങൾ എനിക്കും വിലപ്പെട്ടതായിരുന്നു. ഇക്കാലം അത്രയും ഞാൻ നഷ്ടപ്പെട്ടതോർത്ത് കരയുകയായിരുന്നില്ല. നിനക്കും എന്റെ ഫോർമുല കരസ്ഥമാക്കി ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതെന്ന് വീണ്ടും ഖ്യാതി നേടിയ ഈ അമേരിക്കൻ രാഷ്ട്രത്തിനുമെതിരെ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അത് ഞാൻ തുടങ്ങി കഴിഞ്ഞുപോയി സുഹൃത്തെ. ഇനി ഇവിടെ നിങ്ങൾക്കും രാജ്യത്തിന് വരാൻ പോകുന്നത് പ്രതികാരദാഹിയായ ഡോക്ടർ നാരായണൻ സമ്മാനിക്കുന്ന കറുത്ത ദിനങ്ങളായിരിക്കും. ബി കെയർഫുൾ. ഡോക്ടർ നാരായണൻ തന്റെ സംസാരം ഒരു മഹാശബദം പോലെ അവസാനിപ്പിച്ചിട്ട് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പുറത്തേക്ക് പാഞ്ഞു. പക്ഷേ വാതിൽക്കിൽ എത്തും മുമ്പ് ഡോക്ടർ ഡിസൂസയുടെ വലം കൈയിൽ പ്രത്യക്ഷമായ റിവോൾവറിൽ നിന്നും ഡോക്ടർ നാരായണന്റെ നേർക്ക് ബുള്ളറ്റുകൾ ചീറിപ്പാഞ്ഞു. അടുത്ത സെക്കൻഡിൽ തന്നെ കൺമുന്നിൽ ശത്രുവിന്റെ അവസാന പിടയിലും മരണവെപ്രാളവും കണക്ക് കൂട്ടിയ ഡോക്ടർ ഡിസൂസയ്ക്ക് തെറ്റി. പിസ്റ്റളിൽ നിന്ന് ചീറിപ്പോയ വെടിയുണ്ടകൾ ഡോക്ടർ നാരായണന്റെ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സിൽ തട്ടി ഇരട്ടി വേഗത്തിൽ തന്റെ നേർക്ക് മടങ്ങി വരുന്നത് കണ്ട് ഡോക്ടർ ഡിസൂസ അതിഭയങ്കരമായി നടുങ്ങി. എന്നാൽ അയാൾ തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറി. നടുക്കത്തിൽ നിന്നും അയാൾ വിമുക്തനാവും മുമ്പ് ഡോക്ടർ നാരായണൻ തിരികെ ശരവേഗത്തിൽ പാഞ്ഞെടുത്ത് ഡോക്ടർ ഡിസൂസയുടെ വലതു ചെന്നിയിൽ വലം കൈകൊണ്ട് ഒരു കനത്ത പ്രഹരം നൽകി. തലച്ചോർ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ആ ആഘാതമേറ്റ് ഡോക്ടർ ഡിസൂസ പിന്നിലെ ടേബിളിന് മേലേക്ക് തെറിച്ചു വീണു. റിവോൾവർ ദൂരേക്ക് പിടിവിട്ടുപോയി. ലുക്ക് മിസ്റ്റർ ഡിസൂസ, അഗ്നി വിസർജിക്കുന്ന പീരങ്കികളെ ജയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ഉള്ളിൽ വർഷങ്ങളായി എരിയുന്ന ഞെരിപ്പോടുമായി വന്നത്, അല്ലാതെ ഒരു ചെറു പിസ്റ്റളിന്റെ മുന്നിൽ തോൽക്കാനല്ല. ഡോക്ടർ നാരായണന്റെ കടപ്പലുകൾ ഞെരിഞ്ഞമർന്നു. ഡിസൂസ പെട്ടെന്ന് നിസ്സഹായനായതുപോലെ വീണെടുത്ത് തന്നെ കിടന്നു. അയാളുടെ മുഖം വല്ലാതെ ഭയചകിതമായിരുന്നു. ഒന്നും നേടാൻ വന്നതല്ല ഡോക്ടർ ഡിസൂസ, നിന്റെ പഴയ ചങ്ങാതി തകർക്കാൻ ഒക്കെ തച്ചുടയ്ക്കാൻ വന്നതാണ് നാരായണൻ. ഇനി വിസ്താരമോ തടങ്കലോ ഇല്ല, ശിക്ഷ മാത്രം. യെസ്, എ ക്രൂവൽ പണിഷ്മെന്റ്. ഓർത്തിരിക്കണം നീ എല്ലായ്പ്പോഴും. ഡോക്ടർ നാരായണന്റെ അത്യുഗ്രവും ശക്തവുമായ ശാസന, ഭീതിപ്പെടുത്തുന്ന മുന്നറിയിപ്പ്. ഡോക്ടർ ഡിസൂസ ഭയപ്പാടോടെ ശത്രുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കിടന്നു. എങ്കിൽ വരട്ടെ ഡോക്ടർ. ഡോക്ടർ നാരായണൻ ഡോക്ടർ ഡിസൂസയെ നോക്കി പരിഹാസോദ്യോഗമായി പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പുറത്തേക്ക് പോയി. ഇതിനിടെ ഹോസ്പിറ്റൽ ഡയറക്ടറുടെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള വെടിവെച്ച കേട്ട് സെക്യൂരിറ്റികളും സ്റ്റാഫും ഒക്കെ എവിടെ നിന്നൊക്കെയോ പരിഭ്രാന്തരായി ഓടിയെത്തി. എന്തുണ്ടായി സർ? റൂമിലേക്ക് ഓടിയെത്തിയവർ ഒന്നടങ്കം ആപത്ശങ്കയോടെ ചോദിച്ചു. ഒരു ടെററിസ്റ്റിന്റെ ചായയുള്ള ആൾ ഇങ്ങോട്ട് അതിക്രമിച്ച് കയറി എന്നെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി. സ്വയരക്ഷയ്ക്കായി ഞാൻ പിസ്റ്റൾ എടുത്തപ്പോഴേക്കും അയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ടേബിളിന്റെ മുകളിൽ നിന്നും പിടഞ്ഞെണീറ്റ ഡിസൂസ സമർത്ഥമായി ഒരു കള്ളം പറഞ്ഞു. ടെററിസ്റ്റോ? മൈ ഗോഡ്!
ഡോക്ടർ വനസ്പതി നടുക്കം പ്രകടിപ്പിച്ചു. നമുക്ക് പോലീസിനെ വിളിക്കാം സർ, സെക്യൂരിറ്റികൾ ഒരുവൻ പറഞ്ഞു. എന്തിന്? അയാൾ ഇപ്പോ റോഡിലിറങ്ങി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഡോക്ടർ ഡിസൂസ: അത് ശരിയാണ് സർ. മറ്റൊരു സെക്യൂരിറ്റി ഡോക്ടറെ പിന്താങ്ങി. സാറിന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. ഒരു നഴ്സ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. യെസ് യെസ്, ഡോക്ടർ ഡിസൂസ ശിരസ് ചലിപ്പിച്ചു. അപ്പോഴും ഉള്ളിൽ വല്ലാത്തൊരു ഭീതി വലയം ചെയ്തിരുന്നു. വന്നവർ വൈകാതെ ഡയറക്ടറുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അവരവരുടെ ജോലിയിൽ വ്യാപൃതരായി. ഡോക്ടർ ഡിസൂസ മനസ്സിനുള്ളിലെ തിങ്ങിമറിയുന്ന പരവേശത്തോടെ തന്റെ ചെയറിലേക്ക് പതിയിരുന്നു. ഈ നേരത്താണ് സെക്കൻഡ് ഫ്ലോറിലെ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഒരു പേഷ്യന്റിനെ എമർജൻസിയായി ട്രീറ്റ് ചെയ്യുകയായിരുന്ന ഡോക്ടർ മേബിൾ ഡിസൂസ മുകളിലെ വിവരം അറിഞ്ഞ് പരിഭ്രാന്തയായി ഭർത്താവിന്റെ മുറിയിലേക്ക് ഓടിക്കിതച്ചെത്തിയത്. പിന്നാലെ 2-3 സിസ്റ്റേഴ്സും. അവരുടെ മുഖത്ത് വല്ലാത്ത ഉത്കണ്ഠയും ആദിയും തിങ്ങി നിറഞ്ഞിരുന്നു. എന്താ എന്താ പറ്റിയേ? ഡോക്ടർ ഓടിച്ചെന്ന് ഭർത്താവിന് മുന്നിലേക്ക്. നത്തിങ് നത്തിങ് മേബിൾ, ഡോക്ടർ ഡിസൂസ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് ഓടി വന്നത് എന്തിനാ ഡോക്ടർ? അവരുടെ അത്യാഘാതമായ ഉത്കണ്ഠ കണ്ണുകളിൽ നേർത്തുള്ളികളായി തിളങ്ങി. ഓ അതോ, അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചു, പക്ഷെ വേണ്ടത്ര വിജയിച്ചില്ല. ഏതോ ഒരു അപരിചിതൻ ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ കയറി വന്ന് എന്നെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോ ജീവരക്ഷയ്ക്കായി ഞാൻ ഗണ്ണെടുത്തു, അത്രമാത്രം. ഡോക്ടർ ഡിസൂസ ഉള്ളിലെ പിരിമുറുക്കത്തെ മറയ്ക്കാൻ ശ്രമിച്ച് തികച്ചും ലാഘവഭാവത്തിൽ സംസാരിച്ചു. ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഡോക്ടർ മേബിൾ ഭർത്താവിന്റെ കരുതലമെടുത്ത് മെല്ലിയൊന്ന് തഴുകി. ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് അപ്പോൾ പുറത്തേക്ക് നടന്നു. ഡോക്ടർ മേബിൾ അയാൾക്ക് അഭിമുഖമായി കസേരകളിൽ ഒന്നിലിരുന്നു. എന്താ ഡോക്ടർ, കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെയും ഈ ഹോസ്പിറ്റലിനെയും തേടി ആപത്തുകൾ ഇങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു നമ്മൾ. പെട്ടെന്നല്ലേ നമ്മുടെ മോളെ പോലും. അത് പറഞ്ഞപ്പോൾ ഡോക്ടർ മേബിളിന്റെ മിഴികൾ നിറഞ്ഞ് തൂവാനൊരുങ്ങി. ഏയ്, കൂൾ ഡൗൺ മൈ ഡിയർ. ഡോക്ടർ ഡിസൂസ പത്നിയുടെ ഇരു കരങ്ങളും എടുത്ത് തന്റെ കരങ്ങൾക്കുള്ളിലാക്കി ആശ്വസിപ്പിക്കും പോലെ അമർത്തിപ്പിടിച്ചു. പേഷ്യൻസിന്റെ ദുഃഖവും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ല. പക്ഷെ ഒരു സെക്കൻഡ് ഒന്ന് ഒറ്റയ്ക്കാവുന്ന നിമിഷം സാനിയമോളെ ഓർത്ത് നെഞ്ചു പിടയും. ഒരു ഇഞ്ചക്ഷനിൽ ഈ ജീവൻ തന്നെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്താലോ എന്ന് ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഡോക്ടർ. ഡോക്ടർ മേബിളിന് ഒരു മാത്ര സകല നിയന്ത്രണവും വിട്ടുപോയി. അവർ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിന് മുന്നിൽ തേങ്ങി തേങ്ങി കരഞ്ഞു. ഡോക്ടർ ഡിസൂസയ്ക്കാവട്ടെ അവരുടെ കരങ്ങളിൽ ഇറുകെ പിടിക്കാനല്ലാതെ ഒരാശ്വാസവാക്ക് പറയാൻ കൂടി ബന്ധപ്പെട്ടു. സ്വന്തം മനസ്സിൽ കടുത്ത സംഘർഷം നടക്കുമ്പോൾ എങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ സാന്ത്വനിപ്പിക്കാനാവും, സമാശ്വാസ വാക്കുകൾ പറയാനാവും? ഡോക്ടർ ഡിസൂസ അഗ്നിക്കുള്ളിൽ അകപ്പെട്ട ഒരു ഈയാമ്പാറ്റയെ പോലെ ഇരുന്ന ഇരിപ്പിൽ പിടഞ്ഞു. ആ പിടച്ചിൽ സമ്മാനിച്ചത് പ്രതികാരദാഹിയായി എത്തിയ ഡോക്ടർ നാരായണൻ. പിറ്റേന്ന് രാവിലെ 10:30 MA മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയെ കാണാൻ ഒരു കറുത്ത വാനിൽ ആ മനുഷ്യനെത്തി. കുറ്റവാളികളുടെ പേടി സ്വപ്നമായ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ വിദഗ്ധൻ ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് എന്ന അപരനാമത്തിനുടമയായ ബോണ്ട് ഡിറ്റക്റ്റീവ് ചീഫ് ജെയിംസ് അലോവൻ ഇന്ദ്രപ്രസ്ഥം. ഒപ്പം കയ്യിൽ എന്തൊക്കെയോ ഫയലുകളുമായി അദ്ദേഹത്തിന്റെ മുഖ്യ സഹായി മെർലിൻ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നതിനായി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരുന്നതിനാൽ ഡോക്ടർ ഡിസൂസ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബോണ്ട് ചീഫ് ജെയിംസ് അലോവനും ഡോക്ടർ ഡിസൂസയും തമ്മിൽ സുദൃഢമായ ഒരു ഹസ്തദാനത്തോടെ പരസ്പരം പരിചയപ്പെട്ടു. ജെയിംസ് ലോവന്റെ കരുത്തുള്ള കരങ്ങൾ തന്റെ കരം ശക്തമായി ഞെരുക്കുകയും തീക്ഷ്ണതയുള്ള കണ്ണുകൾ തന്റെ കണ്ണുകളിലേക്ക് കുന്തമുനകൾ പോലെ ആഴ്ന്നിറങ്ങിയപ്പോഴും ഡോക്ടർ ഡിസൂസയ്ക്ക് ഉള്ളിൽ എന്തിനോ ചില അപായമണികൾ ഇടതടവില്ലാതെ മുഴങ്ങി. ഡോക്ടറുടെ മുഖത്ത് അപ്പോഴുണ്ടായ ഭാവവ്യത്യാസം ജെയിംസ് ലോവൻ വ്യക്തമായി ശ്രദ്ധിക്കുകയും ചെയ്തു. മെർലിനും ആതിഥേയന്റെ പരുങ്ങൽ കണ്ടെടുത്തു. സങ്കീർണങ്ങളായ വാഷിംഗ്ടൺ കേസുകളുടെ അന്വേഷണ ചുമതല ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിക്കാണെന്നും കേസുകളുടെ പ്രാരംഭ അന്വേഷണ നടപടികളുമായി ബന്ധപ്പെട്ട മസ്ത ഹോസ്പിറ്റലിൽ നിന്ന് ചില സുപ്രധാന വിവരങ്ങൾ തങ്ങൾക്ക് അടിയന്തരമായി നൽകണമെന്നും ഡിറ്റക്റ്റീവ് മെർലിൻ വൈകാതെ വെളിപ്പെടുത്തി. ഡോക്ടറുടെ മുഖത്ത് അതുകൂടി ശ്രവിച്ചതോടെ സമ്പൂർണമായ രക്തനിറം മാഞ്ഞ മട്ടിലായി. എങ്കിലും അതിഥികളുടെ മുന്നിൽ തന്റെ ഉള്ളിലെ ആശങ്കയും ഭയപ്പാടും പ്രകടമാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. ഇതിനിടെ വാഷിംഗ്ടൺ കേസുകളിലെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായ കുറ്റാന്വേഷണ വിദഗ്ധൻ ഹോസ്പിറ്റൽ ഡയറക്ടറുടെ മുറിയിലുണ്ടെന്നറിഞ്ഞ ഡോക്ടർ മേബിളും അങ്ങോട്ടെത്തി. ഡോക്ടർ ഡിസൂസ അതിഥികൾക്ക് മുന്നിൽ ഭാര്യയെ വിശദമായി തന്നെ പരിചയപ്പെടുത്തി.
ഡോക്ടർ മേബിൾ ഫോണിലൂടെ ആരോടോ അതിഥികൾക്ക് ചായ കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകി. മിസ്റ്റർ ഡയറക്ടർ, മർലിൻ തന്റെ ചീഫിന്റെ രഹസ്യ സംജ്ഞ ലഭിച്ചതോടെ തങ്ങൾക്ക് ലഭിക്കേണ്ട വിവരങ്ങൾക്കായുള്ള ചോദ്യങ്ങൾ ആരംഭിച്ചു. കൃത്യം 15 ചോദ്യങ്ങൾ, അതിനായി 4 മിനിറ്റ്. ട്രെയിൽ ചായയുമായി ഒരു വെള്ള വസ്ത്രക്കാരി ഡയറക്ടറുടെ മുറിയിലെത്തിയപ്പോൾ ബോണ്ടിന് ലഭിക്കേണ്ടതായ ഹോസ്പിറ്റലിലെ പ്രാഥമിക വിവരങ്ങൾ മെർലിൻ കളക്ട് ചെയ്തിരുന്നു. ഡിറ്റക്റ്റീവ് മെർലിൻ ചോദിച്ച 15 ചോദ്യങ്ങളിൽ വ്യക്തമായ ഉത്തരം ലഭിച്ചത് 11 4 ഡയറക്ടറും പത്നിയും വിട്ടുവിട്ടുള്ള മൗനം മാത്രം. ഡോക്ടർ മേബിൾ ആണ് ട്രെയിൽ ഉണ്ടായിരുന്ന 4 കപ്പുകളിൽ 2 കപ്പുകൾ തിരഞ്ഞെടുത്ത് അതിഥികൾക്ക് മുന്നിൽ വച്ചത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ വിത്തൗട്ട് ആണെന്ന്? ചായക്കപ്പ് എടുത്തൊന്ന് മൊത്തിയിട്ട് ചീഫ് ജെയിംസ് അലോവൻ അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് തിരക്കിയത്. ഡോക്ടർ മേബിളിന്റെ മുഖം വല്ലാതെ ഒന്ന് വിളറി. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ മന്ദസ്മിതം ചെയ്തുകൊണ്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഞാനൊരു സൈക്കോളജിക്കൽ ട്രീറ്റിലൂടെ. ഓ യെസ് ഡോക്ടർ, താങ്ക് യു. ബോൺ ചീഫ് ഉള്ളിലൊരു ചിരിയോടെ തിടുക്കത്തിൽ ചായക്കപ്പ് കാലിയാക്കി പോകാനായി എണീറ്റു. കൂടെ മെർലിനും. മിസ്റ്റർ ഡയറക്ടർ, വി വിൽ മീറ്റ് അഗെയിൻ, മെർലിൻ ഡോക്ടർ ഡിസൂസയെ നോക്കി പറഞ്ഞു. ഓഫ് കോഴ്സ്. ഡിസൂസ സീറ്റിൽ നിന്നും എണീറ്റ് മെർലിനും ചീഫിനും നേരെ ഭവ്യതയോടെ കൈകൂപ്പി. ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ടിന്റെ കനത്ത ഷൂവിന്റെ ടക്ട ശബ്ദം ഡോർ കടന്നുപോയി. പിന്നാലെ മെർലിനും. ഹാവു. ഡോക്ടർ മേബിൾ ഡിസൂസയിൽ ആ സമയം ഒരു ദീപ്ത നിശ്വാസം ഉതിർന്നു. പുറത്ത് ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവനും മെർലിനും ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. മെർലിൻ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന വായന സമീപത്തേക്ക് നടക്കുന്നതിനിടെ ചീഫ് പതുക്കെ വിളിച്ചു. ബോസ്. മെർലിൻ ഗൗരവത്തോടെ വിളികേട്ടു. ഡോക്ടർ ഡിസൂസ ഈസ് ദ ഫസ്റ്റ് ക്രിമിനൽ ഇൻ ദിസ് കേസ്. അദ്ദേഹത്തിന്റെ സ്വരം ദൃഢതരമായിരുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോവലിലെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.